ചലിക്കുന്ന ലക്ഷ്യത്തിനെതിരെ മികച്ച ആക്രമണശേഷി, തോളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന കൊണ്ടു നടക്കാൻ കഴിയുന്ന മിസൈൽ പരീക്ഷിച്ച് രാജ്യം. ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് പ്രതിരോധ രംഗം ദിനംപ്രതി ശ്രമിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ സംഘർഷ സാഹചര്യവും ആഗോള അന്തരീക്ഷത്തിലെ സംഘർഷാവസ്ഥകളും കണക്കിലെടുത്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ചലിക്കുന്ന ലക്ഷ്യത്തിനെതിരെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഞായറാഴ്ച വിജയകരമായ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ പരീക്ഷിച്ചു. മൂന്നാം തലമുറ ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണം മഹാരാഷ്ട്രയിലെ അഹല്യാനഗറിലെ ഖാർജുന ഖരെ റേഞ്ചുകളിലാണ് നടത്തിയത്. പരീക്ഷണ ലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കിയതായും അതുവഴി ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ആയുധ സംവിധാനത്തിന് നേതൃത്വം നൽകിയതായും DRDO ചെയർമാനും പ്രതിരോധ ഗവേഷണ വികസന വകുപ്പ് സെക്രട്ടറിയുമായ ഡോക്ടർ സമീർ വി കാമത്ത് പറഞ്ഞു. ഇമേജിംഗ് ഇൻഫ്രാറെഡ് ഹോമിംഗ് സീക്കർ, ഓൾ ഇലക്ട്രിക് കൺട്രോൾ ആക്ച്വേഷൻ സിസ്റ്റം, ഫയർ കൺട്രോൾ സിസ്റ്റം, ടാൻഡം വാർഹെഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം, ഹൈ പെർഫോമൻസ് സൈറ്റിംഗ് സിസ്റ്റം തുടങ്ങിയ അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നതാണ്. ഇവ DRDOയുടെ സഹോദര ലബോറട്ടറികളായ ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ, ഇമാറാത്ത്, ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക്സ് റിസർച്ച് ലബോറട്ടറി, പൂനെയിലെ ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി, ഡെറാഡൂണിലെ ഇൻസ്ട്രുമെന്റ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നിവ വികസിപ്പിച്ചെടുത്തതാണ്. ജോധ്പൂരിലെ പ്രതിരോധ ലബോറട്ടറി ടാർഗറ്റ് ടാങ്കിന്റെ അനുകരിക്കുന്നതിനായി തെർമൽ ടാർഗറ്റ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തിരുന്നു. ഒരു പത്രക്കുറിപ്പ് അനുസരിച്ച് ആധുനിക പ്രധാന യുദ്ധ ടാങ്കുകളെ പരാജയപ്പെടുത്താൻ ഈ വാർഹെഡിന് കഴിയും. ട്രൈപോഡിൽ നിന്നോ മിലിറ്ററി വെഹിക്കിൾ ലോഞ്ചറിൽ നിന്നോ മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും. ഉയർന്ന ആക്രമണ ശേഷിയുള്ള ഫയർ ഫോർഗെറ്റ് മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, DRDO, DCPP പങ്കാളികൾ, വ്യവസായം എന്നിവരെ അഭിനന്ദിക്കുകയും ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു. മിസൈലുകൾ മുതൽ ടോർപിഡോകൾ വരെ ദീർഘകാല യുദ്ധകളത്തിലേക്കുള്ള ഇന്ത്യയുടെ വലിയ പ്രതിരോധ മുന്നേറ്റത്തെ DRDO വിശദീകരിക്കുന്നു. ട്രൈപോഡ് ഘടിപ്പിച്ച ലോഞ്ചറിന് പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്ന രണ്ടംഗ സംഘത്തിന്റെ സൈഡ് റിയർ ക്യാമറ ദൃശ്യത്തോടെയാണ് ദൃശ്യങ്ങൾ ആരംഭിച്ചത്. ആ ലോഞ്ചർ ഇതിനകം ഉയർത്തി ലക്ഷ്യത്തിലേക്ക് ഉറപ്പിച്ചിരുന്നു. നിമിഷങ്ങൾക്കു ശേഷം റോക്കറ്റ് മോട്ടോർ കത്തിച്ചപ്പോൾ തിളക്കമുള്ള ഓറഞ്ച് വെള്ള നിറത്തിലുള്ള ഒരു തുവാലയും മൂർച്ചയുള്ള മൂക്കിന്റെ മിന്നലും ഉപയോഗിച്ച് മിസൈൽ വിക്ഷേപിച്ചു. അത് ലോഞ്ചറിൽ നിന്നും വേഗത്തിൽ പുറത്തു കടന്ന് കുത്തനെ ഉയർന്നു. നേരിട്ടുള്ളതും പരന്നതുമായ പാതയ്ക്ക് പകരം ഒരു ടോപ്പ് അറ്റാക്ക് ഫ്ലൈറ്റ് പ്രൊഫൈലിനെ സൂചിപ്പിക്കുന്നു. മിഡ് ഫ്ലൈറ്റ് ഘട്ടത്തിൽ ട്രാക്കിംഗ് ഫുട്ടേജുകൾ മരുഭൂമിയിലെ ആകാശത്തിന് കുറുകെ മിസൈൽ ഉയർന്നു വരുന്നതായി കാണിച്ചു. ഒരു നേർത്ത പുകപാത അവശേഷിപ്പിച്ചു. ഒരു പ്രത്യേക ഇമ്പാക്ട് ക്യാമറ ഉപയോഗിച്ച് പകർത്തിയ ടെർമിനൽ ഘട്ടത്തിൽ മിസൈൽ ഏതാണ്ട് ലംബമായ ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് പതിച്ചു. ഇത് റേഞ്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കവചിത വാഹനമോ ടാങ്ക് മോക്ക് ആപ്പോ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആഘാതം ഒരു ഉജ്ജ്വലമായ സ്ഫോടനത്തിന് കാരണമായി. തുടർന്നൊരു തീഗോളവും കട്ടിയുള്ള കറുത്ത പുകയും ഉണ്ടായിരുന്നു. പറക്കുന്ന അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. ഇത് ലക്ഷ്യത്തിന്റെ മുകൾ ഭാഗത്ത് കൃത്യമായ പ്രഹരവും വിജയകരമായ ഒരു വാർഹെഡ് സ്ഫോടനവും പ്രകടമാക്കി. തോളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന കൊണ്ടു നടക്കാവുന്ന മിസൈൽ സംവിധാനമായ MPATGM ശത്രു ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഏകദേശം 14.5 കിലോഗ്രാം ഭാരവും കമാൻഡ് ലോഞ്ച് യൂണിറ്റിന് 14.25 കിലോഗ്രാം അധിക ഭാരവുമുള്ള ഈ മിസൈൽ 4 റേഡിയൽ ഫിനുകളുടെ 2 സെറ്റുകൾ ഉൾക്കൊള്ളുന്ന ഭാരം കുറഞ്ഞതും സിലിണ്ടർ രൂപത്തിലുള്ളതുമായ ഒരു ആയുധമാണ്. ഉയർന്ന സ്ഫോടനശേഷിയുള്ള ടാങ്ക് വിരുദ്ധാകൃതിയിലുള്ള ചാർജ് വാർഹെഡും 200 മുതൽ 4000 മീറ്റർ വരെ പ്രവർത്തന ശ്രേണിയും സംയോജിപ്പിച്ച് യുദ്ധക്കളത്തിൽ ഇതിനെ ഒരു മികച്ച ആസ്തിയാക്കുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത DRDOയുടെ സഹോദര ലബോറട്ടറികൾ വികസിപ്പിച്ചെടുത്ത ഇമേജിംഗ് ഇൻഫ്രാറെഡ് ഹോമിംഗ് സീക്കർ, ഓൾ ഇലക്ട്രിക് കൺട്രോൾ ആക്ച്വേഷൻ സിസ്റ്റം, ഫയർ കൺട്രോൾ സിസ്റ്റം, ടാൻഡം വാർഹെഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം, ഹൈ പെർഫോമൻസ് സൈറ്റിംഗ് സിസ്റ്റം തുടങ്ങിയ അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.